നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ തൊഴിൽ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനുള്ള സാഹചര്യങ്ങൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് വന്നു ചേരുകയും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ഇനി മുതൽ കൂടുതൽ പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുവാനും അതിന് തത്തുല്യമായിട്ടുള്ള ജോലിക്കാരെ നിയമിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിച്ചും കൊണ്ട് വിപുലമാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പുത്രപൗത്രാദികളോടൊപ്പം ഓണാഘോഷത്തിന് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ പുണ്യതീർത്ഥയാത്രയ്ക്ക് അവസരമുണ്ടാകും. ഓണക്കാലത്തിനോടനുബന്ധമായി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസകാലങ്ങളിൽ വിനോദയാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുവാനും ഒരു നേതൃത്വ സ്ഥാനം വഹിക്കുവാനും അവസരം വന്നു ചേരുവാനിടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയോ വരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനും തണുപ്പ് രാജ്യത്തു നിന്നും മാറി സമശീതോഷ്ണ രാജ്യത്തിലേക്ക് മാറി താമസിക്കാൻ തക്കവണ്ണം ജോലി ക്രമീകരിക്കാൻ ഉള്ള അവസരത്തിന് പോലും സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് എല്ലാം ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കും. ദുരാചാരങ്ങൾ ഒഴിവാക്കി സദാചാരങ്ങളോടുകൂടി പ്രവർത്തിക്കുവാനും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിച്ചും കൊണ്ട് ഒരു പുതിയതായൊരു ജീവിതത്തെ ഉൾക്കൊള്ളുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുന്നത് വഴി കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടവരും. ജോലിയിലുള്ളവർക്ക് ഇനി മുതൽ ഭാവിയിലേക്ക് ജോലി സാധ്യതകളുള്ള അഥവാ തൊഴിൽ അധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം ജോലിയോടൊപ്പം തന്നെ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ധ്രുവീകരണം വേണ്ടി വരുവാൻ ഇടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. പൂർവാർജിത സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഒരുപക്ഷെ പൂർവാർജിതമായിട്ടുള്ള സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയാലോ എന്ന ധാരണയൊക്കെ ഉണ്ടാവും. ഹൃദ്നാഡീ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുകയും അവിചാരിതമായിട്ട് ശസ്ത്രക്രിയ വേണ്ടി വരുവാനും സാധ്യതയുണ്ട്. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഉത്തേജന മരുന്നുകൾ ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും വന്നു ചേരുവാനിടയുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുന്നത് വഴി സമാധാന അന്തരീക്ഷം സംജാതമാകും. ശുഭകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം ഉണ്ടാകുന്നത് മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളും അവരുടെ വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകളും നിർദ്ദേശങ്ങളും ഗുണകരമായി തീരുവാനിടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. അനാരോഗ്യകരമായിട്ടുള്ള അന്തരീക്ഷം മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ അവരെ സംരക്ഷിക്കുവാനും അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുവാനും വിദഗ്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കുവാനും സാധ്യതയുണ്ട്. പലപ്പോഴും ക്ഷമ, വിനയം, ആത്മസംയമനം എന്നിവ പാലിക്കുന്നത് വഴി ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും സഹകരിക്കുവാനും അവസരം വന്നു ചേരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായുള്ള പദ്ധതികൾ ഏറ്റെടുക്കുവാനും ചിലർക്ക് പൂർത്തീകരിക്കുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരും.
വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളായതുകൊണ്ട് ഒരു വിശകലനം ചെയ്തുകൊണ്ട് ഏറ്റെടുക്കുവാൻ തയ്യാറാകുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും അനുഭവത്തിന്റെ വെളിച്ചത്തിലും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകും. ദൂരദേശത്ത് വസിക്കുന്ന ചിലർക്ക് അവധി ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ സഹപ്രവർത്തകരെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷം കലാകായിക മത്സരങ്ങളോട് കൂടി വിപുലമാക്കുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യക്തിപ്രഭാവത്താലും സുതാര്യതയുള്ള സമീപനത്താലും ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ജോലി ഉപേക്ഷിച്ച് വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെടണമോ എന്ന ധാരണ ഉണ്ടാകുമെങ്കിൽ പോലും ജന്മനാട്ടിൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകൾക്ക് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സുവ്യക്തമായിട്ടുള്ള ആശയങ്ങൾ സ്വീകരിക്കുന്നത് വഴി അബദ്ധങ്ങളെ അതിജീവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അവിചാരിതമായിട്ടുള്ള ചെലവുകളെ കൊണ്ട് നീക്കിയിരുപ്പ് സ്വല്പം കുറയുന്നത് വഴി സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനിടയുണ്ട്. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. കലാകായിക രംഗങ്ങൾ, ചിത്രകല, ശില്പവിദ്യ തുടങ്ങിയവയിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനും ചോതി നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ച് തൊഴിൽ മേഖലകൾക്ക് മാറ്റങ്ങൾ വരുത്തുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 4-5 മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ വിപുലീകരിക്കുന്നതിനെ പറ്റി ആലോചിക്കുവാനും അത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പുത്രപൗത്രാദികളോടൊപ്പം ജന്മനാട്ടിൽ ഓണം ആഘോഷിക്കുവാനുള്ള അവസരം വന്നു ചേരുവാനിടയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ അവസരം വന്നു ചേരും. അറിവുള്ള വിഷയങ്ങൾ അതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥനകളാലും വിശ്രമത്താലും പൊതുവെ ഈ രോഗശമനം വന്നു ചേരുകയും ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് തന്നെ ഒരു ജോലിയുടെ വിഹകവീക്ഷണം ഏറ്റെടുക്കുവാനുള്ള അവസരം ഒരുപക്ഷെ വളരെ ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. കല, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 2-3 മാസമായിട്ട് പരിശീലനം തുടങ്ങുകയും അത് ചില ആഴ്ചകളിലെല്ലാം തന്നെ വിട്ടുപോകുന്നതിന്റെ വെളിച്ചത്തിൽ ഇനി അത് ദൈനംദിനം അത് ഊർജമാക്കുവാനും പരിശീലനം സജീവമാക്കുവാനുമുള്ള സാഹചര്യങ്ങൾക്ക് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനായിട്ട് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാൻ അവസരം വന്നു ചേരും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി സമീപ ഭാവിയിൽ തന്നെ ലഭിക്കും എന്ന ധാരണയോടുകൂടി ജന്മനാട്ടിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത പലർക്കും അന്യനാട്ടിൽ, അതായത് വികസിത രാഷ്ട്രത്തിൽ തന്നെ സഹപ്രവർത്തകരെയും ആ നാട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ഓണം ആഘോഷിക്കാൻ തക്കവണ്ണം തയ്യാറെടുക്കുവാനിടയുണ്ട്. ബന്ധുമിത്രാദികൾ വിരുന്നു വരുവാനും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും അവസരമുണ്ടാകും. മാതാപിതാക്കളുടെ ഹിതമനുസരിച്ച് ഗൃഹത്തിന് പരിവർത്തനങ്ങൾ തയ്യാറാകുവാൻ തീരുമാനിക്കും.
വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. അച്ഛന് പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ 1-2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനും ഇടയുണ്ട്. ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും കൂടുതൽ പ്രയത്നം വേണ്ടിവരും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകുമോ എന്ന ധാരണയോടുകൂടി തന്നെ പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിട വരുമെങ്കിലും നിസ്സാര ചികിത്സകളെ കൊണ്ടും വ്യായാമങ്ങളെ കൊണ്ടും രോഗശമനം വന്നു ചേരുവാൻ ഇടയുണ്ട്. സാഹസ പ്രവർത്തികളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. അസുഖമുള്ള ബന്ധുവിനെ കാണുവാനും സാമ്പത്തികമായുള്ള സഹായത്തിനും യോഗം കാണുന്നുണ്ട്. ആത്മവിശ്വാസക്കുറവിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുനർനിയമനം ലഭിക്കുന്നത് വഴി വികസിത രാഷ്ട്രത്തിൽ നിന്ന് ജന്മനാട്ടിൽ എത്തിച്ചേർന്ന പലർക്കും തിരികെ പോകുവാനുള്ള അവസരം വന്നു ചേരും. വേറെ ചിലർക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിട വരുമെങ്കിൽ പോലും, അതായത് വികസിത രാഷ്ട്രത്തിലേക്ക് അനുമതി ലഭിക്കും. എന്നാൽ ആ രാജ്യത്തെ നിശ്ചിത രാജ്യത്തെ ചെലവിനങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്നതിനാൽ സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനും ചിലർ ഇതിൽ നിന്നെല്ലാം പിന്മാറുവാനും സാധ്യത കാണുന്നതുമുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉപരിപഠനത്തിന് വേണ്ടി അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും വിദേശയാത്രയ്ക്കും സാധ്യത കാണുന്നു. പ്രാരംഭത്തിൽ സ്വല്പം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ മാസത്തിൽ ഉണ്ടാകുമെങ്കിലും എല്ലാം ശുഭകരമാക്കി തീർക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ചില ജോലിക്കാർക്ക് അസ്വാരസ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. ശാസ്ത്രീയവശവും പ്രായോഗികവശവും ചിന്തിച്ചു പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കാൻ സാധ്യത കാണുന്നു. പ്രത്യേക വിഭാഗത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് സ്ഥിരതാമസമാക്കുവാൻ തക്കവണ്ണം ഒരുപക്ഷെ വീട് അന്വേഷിക്കുവാൻ വാങ്ങിക്കുവാൻ പോലും സാധ്യത പോലും കാണുന്നതുമുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം വന്നു ചേരുക മാത്രമല്ല, കുടുംബത്തിലും തൊഴിൽപരമായിട്ടും സമാധാന അന്തരീക്ഷം സംജാതമാകുവാനും ഈ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്.